ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചൊരു സാധനമാണ് ഇത്. അതായത് ഇപ്പം എൻ്റെ ജ്വല്ലറീസ് എന്നൊക്കെ പറയുന്ന സൈഡിൽ ഇങ്ങനെ ഓരോരോ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡ്രോയർ വാങ്ങിയിട്ട് അത് മൊത്തം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇത് മൾട്ടി സ്റ്റോറേജ് ബോക്സ് ഇല്ലേ, അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ. അപ്പം കൂട്ടത്തിൽ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 6 ലെയേഴ്സ് വരുന്നത്. ഇതിൻ്റെ കുറേ ലെയേഴ്സ് വരുന്നത്, കുറേ ടൈപ്പ് ലെയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഇതിൽ കണ്ടു കഴിഞ്ഞാൽ 2, 3, 4, 5, 6 അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ 6 ലെയേഴ്സ് വരുന്നതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത് അതിൻ്റെ ബേസ്, സ്റ്റാൻഡ്, പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ലിഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ ഭയങ്കര സിമ്പിളാണ്, കാണാനല്ല ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് ലിഡ് വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതിൽ പോയി ചെയ്യാം. ഞാൻ ആദ്യം അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് എനിക്കത് ഓർമ്മ വന്നത്, ഇത് ടോപ്പ് ലിഡാണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാനത് ചെയ്യാതെ അതവിടെ മാറ്റി വെച്ചു. അപ്പം ഇതിൻ്റെ ഓരോരോ പോർഷനായിട്ട് നമുക്കതിൻ്റെ സ്റ്റാൻഡൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കിട്ടിയ പോലെ തോന്നിയ പോലെയൊക്കെയാണ് കയറി ഫിക്സ് ചെയ്ത് കളഞ്ഞത്. പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷേപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മീൻസ് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ അതിപ്പം നമുക്ക് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ഫസ്റ്റ് വൺ സെറ്റ് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് അടിച്ചതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. അതുപോലെ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തു. ഒന്ന് ചെയ്തപ്പം രണ്ടാമത്തൊക്കെ കുറച്ച് ഭയങ്കര സിമ്പിളായിരുന്നു, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്തതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെതും നമുക്ക് എന്ത് വേണം, ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിനനുസരിച്ച് വേണം ഇടാം. അപ്പോൾ ഞാൻ ഇട്ടതൊക്കെ തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്ന് ഊരി മാറ്റി. അപ്പം ഓരോന്ന് സെറ്റായപ്പോൾ തന്നെ ആ ബേസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ആവേശമായി. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഇട്ട് നോക്കി. അതിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന സ്റ്റാൻഡാണ് കേട്ടോ അത്. പിന്നെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തു. അതിൻ്റെ അകത്തൊക്കെ ഓരോ ബേസൊക്കെ ഒന്ന് വെച്ച് കൊടുത്തപ്പം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം വെയിറ്റ് താങ്ങാനും പറ്റുന്നുണ്ട് ഇതിന്. ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് വലിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനിത് ആദ്യമായിട്ട് വാങ്ങിയൊരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതാണ് മൊത്തം സ്റ്റാക്ക് ചെയ്തപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ നിലവിലുള്ള സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. അധികം കൂടുതലൊന്നുമില്ല, സ്മോൾ ബിസിനസ്സാണ്. അപ്പം അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ വെച്ചപ്പോൾ ഒരു അലങ്കോലമായ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നും ഈ ഒരു ബോക്സസിലാക്കിയിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ബാംഗിൾസിൻ്റെ സെറ്റാണ് മൊത്തം വെച്ചത്. ഞാൻ ഓൾറെഡി അത് ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് അതുപോലെ തന്നെ അതിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ ആൻറ്റി ടാർണിഷിൻ്റെ ചെയിൻസും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തം ഒന്ന് അതിലേക്ക് സെറ്റ് ചെയ്തു. സെക്കൻഡിലേക്ക്, തേർഡിൽ ഞാൻ ജുംകാസ സെറ്റ് ചെയ്തത്. പിന്നെ ഫോർത്തിലൊക്കെ ആയിട്ട് നെക്ലേസസ്, നമ്മുടെ ആൻറ്റിക് നെക്ലേസസ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈസി നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ വെയിറ്റ് താങ്ങുന്നുണ്ട്. എനിക്കതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ജ്വല്ലറീസ് ഒക്കെ വരുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് പ്രശ്നമാകുമെന്ന് വെച്ച് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ഒരു ഡ്രോയർ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത്